നമസ്കാരം. തൃപ്പാദജി. ഞാൻ ദക്ഷിണനാരായൺ. സ്മൈൽ കുട്ടിസാധകരുടെ അശ്വരി പൂജിയായ ശ്രീനാരായണ വചനാമൃതത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ദേവദശത്തെ കുറിച്ചാണ്. ഗുരുദേവൻ രചിച്ച സർവമത പ്രാർത്ഥനയാണ് ദേവദശകം. 1914 ശ്രീനാരായണ ഗുരുദേവൻ ദേവദശകം രചിച്ചത്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് രചിച്ചതാണെന്നും ശിവഗിരി മഠത്തിലെ കുട്ടികൾക്കായി രചിച്ചതാണെന്നും പറയപ്പെടുന്നു. ദേവോപനിഷത്താണ് ദേവദശകം. ദൈവത്തിന്റെ മഹത്വവും സ്വരൂപവും വളരെ ലളിതവും സമഗ്രവുമായി വെളിപ്പെടുത്തുന്ന കൃതിയാണ് ദേവദശകം. അനുഷ്ഠിപ്പ് വൃത്തത്തിലുള്ള അതിവിശിഷ്ടമായ കൃതിയാണ് ദേവദശകം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന സന്ദേശത്തെ അന്വർത്ഥമാക്കും വിധം ഈ ജഗത്തിന് ഒരേയൊരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ. ആ ചൈതന്യത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈശ്വര ചിന്തയെ മനസ്സിൽ ഉണർത്താൻ പാകത്തിൽ 10 ശ്ലോകങ്ങളുള്ള ഈശ്വര സ്തുതിയാണ് ദേവദശകം. മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി എന്ന ഗുരുദേവ സന്ദേശത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഓരോരുത്തരെയും ഉള്ളിൽ വണങ്ങുന്ന ഈ ഈശ്വരനെ കുറിച്ചാണ് ഗുരുദേവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ഏകദൈവത്തെയാണ് ഗുരു വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മതചിന്തകൾക്ക് അതീതമായി മനസ്സിനെ ഉണർത്താൻ സാധിക്കുന്ന ഏതൊരാൾക്കും ഒരുപോലെ ചൊല്ലാവുന്ന സ്തുതിഗീതമാണ് ദേവദശകം. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാത്തിക്ക് പുരാവിവൻ തോണിനിൻ പദം ആഴമേറും നിമ്മ അസാൻ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവമേ എന്ന വാക്കിൽ തുടങ്ങി സുഖമെന്ന വാക്കിൽ അവസാനിക്കുന്ന ദേവദശത്തിലൂടെ നിത്യം വാഴുന്ന ആ ആത്മസുഖം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്